തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ഏറനാട്ടിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള തിരുമണിക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നല്ല ഒരു വഴി. തൃക്കലങ്ങോട് 32 കുതിരാറൻ റോഡ് ഇങ്ങനെ വന്നാലേ ഇതിലിങ്ങോട്ട് വരാം. ആ ഒരു വഴി ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് ഈ സാധുക്കളുടെ വോട്ടും ചോദിച്ച് വരാൻ യാതൊരു അപമാനവും തോന്നണില്ല. എത്രയോ ആൾക്കാർ, ഇന്നിപ്പോൾ ഗുരുവായൂർ ഏകാദശിയാണ്, എത്രയോ ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് ആരാധകരായിട്ടും ആസ്വാദകരായിട്ടും ഒക്കെ വന്നു പോകുന്നതാണ്. ഇന്നലെ ഇന്നും നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ റോഡിന് ആരും സ്ഥലം വിട്ടു കൊടുക്കാത്തതൊന്നുമല്ല പ്രശ്നം. ശരിക്കും ഒരു 4.5 മീറ്റർ വീതിയിലെ ഒരു വഴി ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒന്നിൽ പോലും സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല. ക്ഷേത്രത്തിലെ ആഘോഷ കമ്മിറ്റിക്കാർ ഇങ്ങനെ പോസ്റ്റ് താങ്ങുകാലായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ലൈൻ വലിച്ച് ട്യൂബുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ ഇതൊക്കെ കത്തിക്കും. എന്താ ചെയ്യുക? ഏറ്റവും പുരാണമായിട്ടുള്ളതും ഏറ്റവും അധികം വിശ്വാസികൾ, ഗുരുവായൂരപ്പ ഭക്തരായിട്ടുള്ള ആൾക്കാരെ ഇവിടെ വന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ആർക്കും അതിലൊന്നും ഒരു തരത്തിലുള്ള മനസ്സലിവും ഉണ്ടായിട്ടില്ല, ഒരു പൗരബോധവും ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ഇത് കാണുമ്പോഴേ എത്രയോ വർഷങ്ങളെ കൊണ്ട് ഈ രാജ്യത്ത് എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്ന് ചിന്തിക്കാനും ആ ചിന്ത പൊതുസമൂഹത്തിനായിട്ട് പങ്കുവയ്ക്കാനും അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഓരോരുത്തരും അവനവൻ്റെ കയ്യിലുള്ള കാശ് മുടക്കിയിട്ട് നാട്ടിൽ പൊതുവായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തോളണം എന്നുള്ള കാഴ്ചപ്പാട്, അതാണ് ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്. നോക്കണം ഈ വഴീൻ്റെ ഒരവസ്ഥ. ഞാനൊക്കെ ഒരു 50 കൊല്ലം മുമ്പ് ഇതിനേക്കാൾ സൗകര്യപ്രദമായ രീതിയിൽ ആ കവുങ്ങൊക്കെ വെച്ചിട്ടുള്ളത് വയലിലാണ്. ഇവരെ കാണാവുന്ന ആ കവുങ്ങുകളൊക്കെ വയലിലാണ് വെച്ച്. ആ വയൽ വരമ്പിലൂടെ വളരെ സമതലമായിട്ടുള്ള കയറ്റിറക്കങ്ങളില്ലാത്ത സ്ഥലത്ത് കൂടെ വന്നു പോയിരുന്നതാണ്. ഇപ്പം അതെല്ലാം സ്വകാര്യ വ്യക്തികൾ കൈവച്ച് തരം മാറ്റിയൊക്കെ തോട്ടങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് ഈ കുന്നുംപുറത്ത് കൂടിയുള്ള ഒരു വഴി മാത്രമേ ആശ്രയമുള്ളൂ. എന്നാലും ഞാൻ ഈ ക്ഷേത്ര പരിസരത്തേക്ക് ഒന്നെത്തട്ടെ. ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിൻ്റെ വാദ്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ കേൾക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് വലിയ ഡാറ്റ വരും, എന്നാലും കുഴപ്പമില്ല. മുറിച്ചെടുത്തിട്ട് അത് 2 or 3 ഭാഗമായിക്കൊണ്ട് അപ്ലോഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ എടുത്തിട്ടില്ലെങ്കിലേ ഇനി കുറേ കഴിഞ്ഞാൽ ആൾത്തിരക്കൊക്കെ ആകുമ്പോൾ നടക്കില്ല. കാണിച്ചു തരാം. നാട് മൂടിക്കിടക്കുന്നൊരവസ്ഥയിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ള ഈ ക്ഷേത്രത്തിനെ ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടുത്തുമാവും. രാത്താണി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടൊരു റോഡുണ്ട്. ആ റോഡിന് റിംഗ് റോഡായിട്ട് 32ലേക്കുള്ള റിംഗ് റോഡായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, നല്ല റോഡായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വാഹന യാത്രക്കാർക്കൊക്കെ വലിയ പ്രയോജനമാണ്. പക്ഷെ ആരും അതിൻ്റെ ഗൗരവം കണക്കിലെടുക്കില്ല. വീഴാതെ ഇറങ്ങേണ്ട
ഉള്ളൊരു ശ്രദ്ധ കൂടി ഉള്ളതുകൊണ്ടേ വീഡിയോ ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. മാറ്റി വയ്ക്കാം. വണ്ടി ഓട്ടി ഉണ്ടാക്കാം.